എഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. രാഹുൽ ഈശ്വർ, ശ്രീ മുകേഷ്. ഇത് ജൂലൈ 5 നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികളടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സുനീറിൻ്റെ ഉമ്മയാണ്. ഭീമ എന്നാണ് പേര്. സുബീന സഹോദരിയാണ്. നദീർ മൂത്ത സഹോദരിയുടെ ഭർത്താവ് നദീർ ഇവരാണ്. അപ്പോൾ ഒരുപക്ഷെ ദീപകിൻ്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിൻ്റെ കുടുംബമാണ്. സുനീർ 29 വയസ്സായിരുന്നു. 29 വയസ്സായിരുന്നു സുനീറിൻ്റെ പ്രായം. അതായത് ദീപകിൻ്റെ പ്രായം 41-42, സുനീറിൻ്റെ പ്രായം 29 വയസ്സാണ്. ഭാര്യയുടെ പരാതിയിലും മറ്റും മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച DGPയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവർ എടുക്കാൻ തയ്യാറായത്. അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നോക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല. അമൻ സാറേ, സ്ത്രീ മരിക്കുന്നത് പോലെ, സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെയല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അനീതിയാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ക്രൂരമായ തമാശ, ഒരുപക്ഷെ ദീപകിൻ്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത്. അതെന്താണെന്ന് അത് നേരിട്ട് അനുഭവിച്ച അവരുടെ കുടുംബക്കാർ തന്നെ പറയും. പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും. എങ്ങനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറയും. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ദീപകിൻ്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത്. ഇനിയും ദീപകിൻ്റെ കുടുംബം, ഒരുപക്ഷെ ദീപകിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വേദന നമ്മളെല്ലാം കണ്ടു. അവർ ഇനിയും വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോണ എന്താണെന്ന് ഒരുപക്ഷെ സുനീറിൻ്റെ ഉമ്മ നമ്മളോട് പറയും. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ തരുന്നത്. ഓരോ ദിവസവും എനിക്ക് അറ്റ്ലീസ്റ്റ് 2 ഡസനോ 3 ഡസനോ കോളുകളെങ്കിലും വരും. ഈ എല്ലാ വിഷയങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ അപ്രായോഗികമാണ്. ഇവിടെയാണ് നമ്മളൊരു ഹെൽപ്പ് ലൈൻ അടക്കം 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ ഒരു ഹെൽപ്പ് ലൈൻ അടക്കം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അപ്പോൾ ഉമ്മ തന്നെ യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതും, അതിനുശേഷം ആ പെൺകുട്ടി കൗണ്ടർ പരാതി എന്ന രീതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിച്ചു. ആ പെൺകുട്ടി ഇവര് പരാതി കൊടുത്തുകൊണ്ട് കൗണ്ടർ പരാതിയായിട്ട് കൊടുത്താണ്. ആ പരാതി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. പക്ഷേ ഇവരുടെ പരാതി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നുള്ള ക്രൂരമായ അവസ്ഥയാണ്. നാളെ ഒരു ദീപക്കോ സുനീറോ നമ്മുടെ മകനോ സഹോദരനോ നമ്മുടെ വീട്ടിലാരെങ്കിലും ആകുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഉമ്മ തന്നെ പറയട്ടെ. അതുകൊണ്ട് ഉമ്മയിലെ ഈ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ വിളിച്ചത്, മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കണത്. അവർ ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇനി വിട്ടിട്ട് എന്നിട്ട് ഇതും മറുപടിയും കിട്ടിയിട്ടില്ല. കേസ് എന്തുകൊണ്ട് എടുക്കാത്തത്? അവൻ്റെ മരണമൊഴി ഉണ്ടല്ലേ, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തേക്കണ, സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തേക്കണേന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റൂല. രണ്ടാമതൊരു പരാതി DGPക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി. അവിടെ നിന്ന് വീണ്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇന്നണക്കാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് അവരവിടെ കട്ട് ചെയ്ത് വെച്ച്. എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ച്, എന്തായി സാറേ, കേസിൻ്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അന്വേഷിക്കണമെന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. അവളെ 2-3 പ്രാവശ്യം ഞങ്ങളെ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു കേസുമായിട്ട് അന്വേഷിക്കുകയെ, അവരെ വീട്ടിൽ പോയി തിരക്കേ, അവരെ നാട്ടുകാരടുത്ത് പോയി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ട് അയൽവക്കത്തും വന്ന് മൊഴിയെടുത്ത് ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് ചോദിച്ചിട്ട് പോയത്. നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴിയും അവരെടുത്തിട്ടില്ല.
പോയി. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ച് ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അന്വേഷിക്കണം? മൊബൈലിൻ്റെ ഇത് റിപ്പോർട്ട് കിട്ടിയാൽ അത് താമസിക്കും. ഈ സീനിയാരിറ്റി അനുസരിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ദിവസമായിട്ട് സീനിയാരിറ്റി ആയില്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനിയും താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം. അത് അപ്പോഴാണ് പറയണം അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റില്ല, അതൊരു തെളിവല്ല. ഈ മരണമൊഴി ഉണ്ടല്ലേ, മരണമൊഴിയും തെളിവല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കാൻ പറ്റില്ല. അതായത് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത്. എൻ്റെ മോനെ കൊന്നിട്ട് അവളാണ് എൻ്റെ മോനെ കൊന്നത്. എൻ്റെ മോനെ മനഃപൂർവ്വം അവൾ കൊന്നതാണ് സ്വത്തിന് വേണ്ടി. എൻ്റെ മോനെ കൊന്നിട്ട് അവൾ വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം, എൻ്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളതെന്ന് ഞാൻ അവൾക്ക് കൊടുക്കണമെന്ന് 26 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എനിക്ക് കിടക്കാടും പോലും ഇല്ല. എൻ്റെ മോനാണ് എന്നെ സംരക്ഷിച്ചുകൊണ്ട് പോയത്. 10 മാസം തോന്നി പ്രസവിച്ച് 29 വർഷമേ ഞാൻ മോനെ വളർത്തി. എന്നെ സംരക്ഷിച്ച മോനാണ് എൻ്റെ 2 വർഷം കൊണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ചതല്ലേ. വേണ്ട അമ്മ, പറ്റൂല അമ്മ വേറെ നോക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് കെട്ടിച്ചു കൊടുത്ത് 3ൻ്റെ അന്നോട്ട് അവനെ പീഡനമായിരുന്നു. അവനിക്ക് നിരന്തരം പീഡനമായിരുന്നു. അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും എല്ലാം ചെയ്ത്. പക്ഷെ അവസാനം കോടതിയിലല്ല, അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോലെ ഇവിടെ പഞ്ചൂര് ഞാൻ പോയി. ജില്ലാ കമ്മീഷനിൽ ആ ജഡ്ജിയെ കാണാൻ പോയി. ഒരു പരാതിയായിട്ട് പോയി. എൻ്റെ മോൻ മരിച്ചിട്ട് ഇത്രയും മാസമായി സാറേ, കേസെടുത്തിട്ടില്ല. ഇന്ന് വരെ അവർ കേസെടുത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവിടെ നിന്ന് ജഡ്ജി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തന്ന് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പോകുന്നുമ്പോ എൻ്റെ അടുത്ത് പറയല്ലേ അങ്ങനെ കേസെടുക്കാൻ പറ്റൂല, അതൊരു തെളിവല്ല. എൻ്റെ അടുത്ത് പറയണം എന്തുകൊണ്ട് തെളിവല്ല? എൻ്റെ മോൻ ഇത് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവം മൊത്തം അവൻ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് കേസെടുത്തൂടാ? അതങ്ങനെ എടുക്കാൻ പറ്റൂല, അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ വേദനിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ട്. പിന്നീട് അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ അടുത്ത് പറയണ് അതെ മരിക്കാനുള്ളത് മരിച്ചവൻ തിരിച്ചു വരില്ല. ആ അഡ്വക്കേറ്റ് പറയണേ എൻ്റെ അടുത്ത്. ഞാൻ ചെന്ന് കാര്യം ഉടനെ ഇനി ഇതിൽ കേസ് എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് ഇനി വിട്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചവൻ പറഞ്ഞ് തെളിവൊന്നും ആയില്ല, ഇനിയും താമസിക്കും, മൊഴിയെടുക്കാൻ തെളിവായില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്കിതാണ് മറുപടി. പക്ഷെ അവൾ എൻ്റെ കാണിച്ചത് ദുനിയാവിലൊരു പെമ്പിള്ളേരും കാണിക്കൂല. തള്ളയും അവരാളുകളെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുകയാണ് ചെയ്യണത്. അത് ചെയ്യാൻ പാടില്ല. ഒരു മക്കൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ആ പെൺകുട്ടി മകൻ മരിച്ചു, ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി ഇവർക്കെതിരെ 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം പകരം കേസ് കൊടുത്തു. അതായത് ഇവരുടെ എന്താ അവരുടെ പ്രോപ്പർട്ടീസ് ആണ് അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. എന്റെ പ്രോപ്പർട്ടി അവൾ അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇന്ന് ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും ഇതെല്ലാവർക്കും ഇത്ര ഇത് കൊടുക്കുന്നത്. സ്ത്രീയുടെ ഇതുകൊണ്ട് അവർ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് അത്രയും ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, ഞങ്ങളെ സഹോദരന്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന എന്തിനും നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. കാരണം പെണ്ണ് മരിച്ചാലും ആണ് മരിച്ചാലും അവരെ സഹോദരങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമം വലുത് തന്നെയാണ്. അപ്പം ആണിനും കൂടെ എല്ലാവരും ഒരു മുൻഗണന കൊടുക്കണം. കാരണം ഇപ്പം ഞങ്ങളുടെ പേരിൽ 26 ലക്ഷം രൂപ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. എൻ്റെ സഹോദരനൊന്നും ഉണ്ടായിരുന്ന 2 വണ്ടി അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ കയറി ഇറങ്ങി കിടക്കണം. ആ വസ്തു അറ്റാച്ച് ചെയ്ത് ആ ഉമ്മാക്ക് വേണ്ടി ജീവിച്ച മോനാണ്. നിങ്ങൾ ആലോചിച്ചു 2 വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 6 മാസമായി, 3 മാസം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കാരണം കണ്ടെത്തി അവൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പോയതാണ്. പോയതിന് ശേഷം എൻ്റെ സഹോദരനെ പോയി കൊടുക്കാനുള്ള കേസ് എല്ലാം കൊടുത്ത് വനിതാ കമ്മീഷനിൽ കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത്, കോടതിയിൽ ചെന്ന് കൊടുത്ത്, എന്തെല്ലാം എൻ്റെ സഹോദരനെ മാനസികമായി അവരൊക്കെ പീഡിപ്പിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എല്ലാം തരണം ചെയ്ത് ആ രാത്രി അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. ആ രാത്രി അവളുമായുള്ള ചാറ്റിങ്ങിലാണ് അവൻ സൂയിസൈഡ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുമായി ചാറ്റ് ചെയ്തതിന് തെളിവുണ്ട്. അതായത് ദീപകിന്റെ കേസ് പോലെ ദീപകിന് മരണമൊഴിയില്ല. ദീപകിന് രാത്രി ഇത് കാരണമാണ് സംഭവിച്ചെന്ന് മരണമൊഴിയില്ല. പക്ഷെ നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ്. അതുകൊണ്ട് നേരിട്ട് തെളിയിക്കാൻ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. സുനീറിന്റെ കേസിൽ അതേപോലല്ല. സുനീറിന്റെ മരണമൊഴിയുണ്ട്, സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. 2:45 എൻ്റെ ഓർമ്മയിൽ രാത്രി വരെ സംസാരിച്ചതിനുണ്ട്. പക്ഷേ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പുറത്തെ പെൺകുട്ടി ഇവരുടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു. കേസ് കൊടുക്കുക മാത്രമല്ല, സ്ത്രീയാണ് കേസ് കൊടുത്തുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്.
പലപ്പോഴും മാധ്യമങ്ങളിൽ അറിയുന്നില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൽ ആക്ഷനുണ്ട്. ഇവരെന്ത് ചെയ്യാനാണ്? വേറെ എന്താ ചെയ്യണ്ടേ? ഇപ്പം 7 മാസമായി പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെ 3-4 പ്രാവശ്യം കൂടെ പോയി. ഞാനും മുകേഷും കൂടെ DGPയുടെ ഓഫീസിൽ പോയതിനു ശേഷം SP പോലീസുകാർ എടുക്കുന്നുണ്ട്, പക്ഷേ മുമ്പോട്ട് നീങ്ങുന്നില്ല. എന്നാൽ ആ പെൺകുട്ടി പരാതി എടുക്കുമ്പോൾ സ്പീഡിൽ നീങ്ങുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നമേ ഒരാളുടെ ജീവിതവും അവരുടെ കുടുംബത്തിൻ്റെ ജീവിതവും എല്ലാം നിലയ്ക്കുകയാണ്. ദീപക്കിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളോട് ഇരിക്കുന്ന ഒരു പരിപാടിയിൽ മോൻ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോൾ ആര് മേടിക്കുമെന്ന്. എന്ത് ചെയ്യാനാണ്? DGP ഓഫീസിൽ വിളിച്ച് പോയി. അപ്പോൾ അവർ പറയണു അവൻ്റെ മൊബൈലിൽ റെക്കോർഡില്ല, തെളിവില്ല. പോലീസ് സ്റ്റേഷനിൽ പറയണ DSP ഓഫീസിൽ. ഞാൻ പറഞ്ഞു ഒന്നുമില്ലേ സാറേ, അവൻ മരണമൊഴി എഴുതി വെച്ചേക്കല്ലേ, അതുകൊണ്ടെങ്കിലും ഗ്യാസ് എടുക്കാൻ പറ്റില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടത് എനിക്കാണ്, എൻ്റെ പൊന്നുമോനാണ്. അവൻ ദുനിയാവിൽ ആർക്കും ഒരു തെറ്റും ചെയ്തവനല്ല. അവൻ വലിയോനിക്കും ചെറിയോനിക്കും എല്ലാം പ്രിയപ്പെട്ട മോനായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു മോന. എവളും മനഃപൂർവ്വം അവൻ്റെ കൂടെ പറ്റി പിടിച്ചും കൊണ്ട് അവനെ കൊന്ന്, സ്വത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവൾ കൊന്നിട്ട് 3-ൻ്റെ അന്ന് അവൾ കേസ് കൊടുത്തു. അവൾക്ക് സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കണമെന്ന് ഞാൻ സ്വർണത്തിന് കേസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. 26 ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന്. എൻ്റെ മോനെ കൊന്നിട്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. എനിക്കല്ലേ അവൾ നഷ്ടപരിഹാരം തരാനുള്ളത്. അവൾ കോളേജിൽ പഠിക്കുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് അവൾ കോളേജിൽ പോയി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കും. എനിക്ക് കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും? ഞാനൊരു തള്ളയല്ലേ പറ്റ. അത് പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാം? എനിക്ക് 2 ആൺമക്കളാവും. നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരവസ്ഥ വന്നാൽ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിൻ്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടിയെന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2-ൽ പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്കൊരു അഫെയറോ ഇഷ്ടമുണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. അതായത് +1-ലും +2-ലും പഠിക്കുന്നു. 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്. അവർക്ക് കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. 20 വർഷം, അതായത് ഒരുത്തനെ കൊന്നാൽ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. എന്തിനാണ്? +1-ലും +2-ലും പരസ്പരം അഫെയറും ഇഷ്ടമുണ്ട കുട്ടികളുണ്ടായിരുന്നു. വേറെ നൗഫലിൻ്റെ കേസ് അറിയേണ്ടതാണ്. ഞാൻ നൗഫലിനോട് ചോദിച്ചു, മോനെ പെണ്ണ് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്. ഞാൻ പറഞ്ഞിട്ടാ മോശമല്ലേ നീ ചെയ്ത്? ചേട്ടാ എൻ്റെ ഭാര്യയാണ് ചേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാഹും എല്ലാം ആയതാണ്. ഈ പെൺകുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു. പയ്യന് 20 വർഷം പോക്സോ അടിച്ചു കൊടുത്തു. ഇപ്പോൾ 1,65,000 70,000 രൂപ ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? ഏട്ടാ സ്ഥിരം ഭാര്യ കാണാൻ വരാറുണ്ട്. ഭാര്യയും ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മായച്ചനും കാണാൻ വരാറുണ്ട്. പയ്യൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? പയ്യൻ്റെ വീട്ടുകാർ ഇവരും തമ്മിൽ കല്യാണം ഉറപ്പിക്കുകയും നിക്കാവുകയും ചെയ്തു. അവർക്ക് കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് 20 വർഷം പോക്സോ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം കഴിഞ്ഞതാണ്, അതായത് പ്രായമൊക്കെ നോർമലാണ്. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെൺവീട്ടുകാർക്ക് ഇവനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. കൊണ്ട് ബോക്സ് കൊണ്ട് കൊടുത്തു. പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു ചെയ്തു. എന്നില്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ. പെൺകുട്ടി അവിടെ ഇവിടെയും തൊടാത്തൊരു മൊഴി കൊടുത്തു. അതിന് 20 വർഷം കിട്ടി. നാളെ അങ്ങനെ 20 വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇരുട്ട് കയറുന്ന മനസ്സിലാവുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ? 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമങ്ങൾ? വളരെ ഈസി അല്ലേ? കുട്ടികൾ ജയേന്ദ്രൻ്റെ കേസ് ഇപ്പോൾ എല്ലാവർക്കും ആണ്. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കുട്ടികൾ ജയേന്ദ്രന് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 2-3 പ്രമുഖ സിനിമകൾ പുള്ളിയുടെ നിന്ന് പോയി. 13 ലക്ഷം രൂപ പുള്ളിയുടെ ചിലവായി. കുട്ടികൾ ജയേന്ദ്രന് സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികൾ ജയേന്ദ്രൻ കോഴിക്കോട് നമ്മുടെ പ്രസ് മീറ്റ് വന്നു പറഞ്ഞു ഇതൊക്കെ ആത്മഹത്യ നിന്നാണ്. എന്ത് ചെയ്യുവാനാണ്? എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആ സാധനം പോയി. എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകണ്ടേ? ഷിംജിതയുടെ കാര്യം പറഞ്ഞു. ഷിംജിത 7 ആംഗിളുകളിൽ വീഡിയോ എടുത്തു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഷിംജിത 7 ആംഗിളുകളിൽ 7 വീഡിയോ എടുത്തു. അതായത് ദീപക്കിനെതിരെ, അതായത് മാക്സിമം കോണ്ടന്റ് ഉണ്ടാക്കുക. 7 വീഡിയോ. ഒരിക്കൽ പോലും കണ്ടക്ടറോട് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുന്നില്ല, പരാതി പറയുന്നില്ല. പരമാവധി വീഡിയോ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇന്ന് മുകേഷും കൂടെ കേൾക്കാനറിയാം. മുകേഷോട് പറയാൻ വിട്ടുപോയി. രാവിലെ റോട്ടറി ക്ലബിൻ്റെ ഒരാൾ വിളിച്ചത് എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണ്, പക്ഷേ മുകേഷ്
പുള്ളി കൂടെ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു മുകേഷിന് എന്ത് പറ്റി? മുകേഷ് മറ്റേ പോക്സോയിലൊക്കെ പെട്ട ആളല്ലേ. ഞാൻ പറഞ്ഞു സാറേ അതിൻ്റെ ഡീറ്റെയിൽ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞ് വാർത്തകളൊക്കെ അയച്ചു കൊടുത്തു. അതായത് മുകേഷ് ഒരു വ്യാജ പോക്സോയിൽ പെട്ടു. കേരള നിയമചരിത്രത്തിൽ ആദ്യമായി കോടതി അടക്കം പോലീസ് അടക്കം ഇടപെട്ട് ആ പോക്സോ കേസ് എടുത്തു കളഞ്ഞു, റദ്ദാക്കി. പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളിൽ മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെന്ന് അല്ലെങ്കിൽ ആരോപണം വരുമ്പം ഫ്രണ്ട് പേജ് കൊടുക്കും, തിരിച്ചാണെങ്കിൽ വാർത്ത പോലും കൊടുക്കില്ല. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഒരു ഫെയർനെസ്സും ബാലൻസും വേണ്ടേ? നാളെ ഇത് എനിക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ ആർക്കെതിരെയോ ഒന്നുകൂടെ? ഇനി ഇവരുടെ കേസിന്റെ സീരിയസ്നെസ്സും ഇവർക്കെതിരെ ആ പെൺകുട്ടി പരാതി കൊടുത്തു, ഒന്നുമില്ല, അഡ്വക്കേറ്റ് പറഞ്ഞതാണ് തിരിച്ചൊരു കാര്യം ചെയ്ത് പരാതി കൊടുത്തേക്ക്, നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ബാലൻസ് ചെയ്തോ കോംപ്രമൈസ് ചെയ്തോ ഇല്ലാതാക്കാം. 26 ലക്ഷം രൂപ ഇവർ കൊടുക്കണോ? ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, ഇവരുടെ വണ്ടി അറ്റാച്ച് ചെയ്തു. ആരാ പോയത്? ആ പെൺകുട്ടിയും പയ്യനും തമ്മിൽ പ്രശ്നമുണ്ടായി. ഈ പെൺകുട്ടിയുടെ കള്ളപ്പരാതിയും സമ്മർദ്ദവും മൂലം ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. ഈ ഉമ്മ 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ചുമ്മാ ഒരു ആക്ഷൻ മാത്രമല്ല, കോടതിയിൽ പോകുമ്പോൾ വേറെ ഒന്നും നോക്കില്ല, സാധനങ്ങളൊക്കെ വെച്ച് ആക്ഷൻ എടുക്കും. കാര്യം പെണ്ണിന്റെ പരാതിയാണ്, അപ്പം തന്നെ കോടതി ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്ത് എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു, പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണ്ടേ? മറ്റന്നാൾ 27-ാം തീയതി, അതായത് റിപ്പബ്ലിക്കിന്റെ അടുത്ത ദിവസം എൻ്റെ കേസ് വരികയാണ്. എന്താ അറിയാമോ? അതിജീവിതയെ ഭയങ്കരമായിട്ട് ഇൻറ്റിമിഡേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിജീവിതയ്ക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസ് പോയിരിക്കുകയാണ്. എന്താ ആരോപണം എന്നറിയാമോ? ഈ പെൺകുട്ടിയെ വ്യാജ അതിജീവിത എന്ന് പറഞ്ഞു. എന്താ കേസെന്നറിയാമോ? കോടതി വിധി, അതായത് രാഹുൽ മാങ്കൂട്ടലിന്റെ കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റേപ്പ് അലിഗേഷൻ നിലനിൽക്കില്ല, പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അതിജീവിത എന്ന വാക്ക് വളരെ സേക്രഡായ വാക്കാണ്, പരിശുദ്ധവും പവിത്രവുമായ വാക്കാണ്. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ട പെൺകുട്ടികൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരുന്നതാണ്. ആ വാക്ക് ദുരുപയോഗം ചെയ്യരുത്, ആ വാക്ക് മിസ്യൂസ് ചെയ്യരുത്. കാര്യം കോടതി വിധിയിൽ തന്നെ, ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, കോടതിയുടെ ഒബ്സർവേഷൻ ഒന്നുമല്ല, കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. കൃത്യമായിട്ട് പേജ് നമ്പർ കൂടെ പറയാം. കോടതി വിധിയിൽ എക്സ്പ്ലിസിറ്റ്ലി എഴുതി വെച്ചിരിക്കുന്ന കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഉന്നയിച്ച പീഡന ആരോപണം നിലനിൽക്കില്ല. ആ പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് പെൺകുട്ടിക്ക് ഭയങ്കര സമ്മർദ്ദമായി പോയി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. പോലീസുകാർക്ക് എന്താ പോലീസുകാർ ചെയ്യുന്നതെന്ന് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പോലീസുകാരുടെ കുറ്റമല്ല, പോലീസുകാർ ആർക്കും വേണ്ടി റിസ്ക് എടുക്കില്ല. കാര്യം ഏതെങ്കിലും രീതിയിൽ പോലീസ് എനിക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ പെൺകുട്ടി ആക്ഷൻ എടുത്തോ പരാതി കൊടുത്താലോ പോലീസുകാരൻ സസ്പെൻഷനിലാവും, അല്ലെങ്കിൽ പോലീസുകാരൻ്റെ പണി കിട്ടും. ഇവരുടെ കേസ് സംഭവിക്കുന്നത് എന്താ? ഇവരുടെ ആക്ഷനിൽ, അല്ലെങ്കിൽ സുനീറിന്റെ അമ്മ സുനീർ എന്ന പുരുഷന് വേണ്ടി അവന്റെ ആത്മഹത്യക്ക് വേണ്ടി കൊടുത്ത കേസിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പോലീസുകാർക്കെതിരെ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവും. എന്നിട്ട് എന്ത് പറ്റും? ഈ അവസാനം ട്രയൽ ഘട്ടത്തിൽ ഇതൊന്നും നിലനിൽക്കില്ല. ഏതുപോലെ അറിയാമോ? രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചു. നമ്മുടെ എന്താ അധിക്ഷേപിച്ചു അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അധിക്ഷേപിച്ചു, അതെന്താ അത് നമുക്ക് വരുമല്ലോ. അത് ഇനിയും നമ്മുടെ ട്രയലിന്റെ ഘട്ടത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. എളുപ്പമുണ്ടല്ലോ, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഭയങ്കര അധിക്ഷേപം. ബാക്കിയുള്ള അതിജീവികളെ തടയാനുള്ള ഗൂഢാലോചനയാണ്. ഞാൻ 5ാം പ്രതിയാണ്, എന്നെ മാത്രം അറസ്റ്റ് ചെയ്തു, 16 ദിവസം ജയിലിലിട്ടു. എന്ത് എളുപ്പമാണ്. കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്ത് പറഞ്ഞാലും അതിജീവിതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിയമങ്ങളാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ അവിടെയാണ് ഒരു ബാലൻസ് എങ്കിലും വേണം. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണം, സംശയം ഒന്നുമില്ല. പക്ഷേ പുരുഷനെ അവഗണനയും പുരുഷ വേട്ടയാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത്. പുരുഷനെ കൊടുക്കുന്നതാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത്. ഇന്നലെ ഈ ഷിംജിത ദീപക്കിനെതിരെ പരാതി കൊടുത്തേ കണ്ടു, നിങ്ങളും കണ്ടു കാണും. പേരൊന്നും പറയാതെ ദീപക്കിനെതിരെ പരാതി കൊടുത്തു. ദീപക് എന്ത് ചെയ്തു എന്നാ പറയണേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അഥവാ കഷ്ടകാലത്തിന് ദീപക് ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആലോചിക്കട്ടെ. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയണേ, കഷ്ടകാലത്തിന്, അതായത് കഷ്ടകാലത്തിന് വേറെ അർത്ഥത്തിലല്ല, ഈ പെൺകുട്ടി പരാതി കൊടുത്താൽ അവനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അവനെ 7 ദിവസമോ 14 ദിവസമോ റിമാൻഡ് ചെയ്തിട്ട് അവന് ജാമ്യം കിട്ടുകയുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. ഓർക്കുക, ഷിംജിത മാത്രമല്ല കുറ്റക്കാരി, നമ്മുടെ നിയമ സംവിധാനവും സിസ്റ്റവും കൂടിയാണ് അതിലെ തെറ്റുകാരൻ, അല്ലെങ്കിൽ കുറ്റക്കാരൻ, അല്ലെങ്കിൽ കുറ്റക്കാരി. അതായത് ഷിംജിത അങ്ങനെ ഒരു പരാതി കൊടുത്താൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, തൻ്റെ അച്ഛനും അമ്മയ്ക്കും നാണക്കേട് അനുഭവിക്കും, തൻ്റെ ജോലി പോവും, തൻ്റെ കരിയർ പോവും, തൻ്റെ അഭിമാനം പോകും എന്ന പേടി കൊണ്ടുകൂടിയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ആക്രമണം കൊണ്ട് മാത്രമല്ല. നാളെ ഇയാൾ പോയാൽ പോലീസുകാർ എന്ത് പറയുന്നറിയോ? എടാ എനിക്കറിയാം നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല, നീ കോടതിയിൽ പോയി ജാമ്യം എടുത്തോളാൻ പറയും. കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ എന്ത് ചെയ്യും? ആദ്യം ഹിയറിംഗ് വെക്കും, 3 ദിവസം കഴിയും, 4 ദിവസം കഴിയും, ഒരാഴ്ച കഴിയും. ഇവൻ ഇറങ്ങുമ്പോൾ എന്താവും? നീ ബസ്സിലൊക്കെ പീഡിപ്പിക്കുന്നവനല്ലേ എന്ന പേരുമാവും. മുകേഷിന്റെ കേസിൽ കോടതി ആ ആരോപണം എടുത്തു മാറ്റിയിട്ട് പോലും, വ്യാജ പോക്സോ ആണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു വീഡിയോയും കൊടുത്തില്ല. അപ്പോൾ 27 ലക്ഷം പേര് കണ്ട വീഡിയോയിൽ ദീപക് തെറ്റുകാരനായി നിൽക്കും.
നിങ്ങൾ അറിയേണ്ട, പ്രത്യേകിച്ച് മീഡിയക്കാരേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത്രയും പറയുമ്പോഴും ദീപകിൻ്റെ അമ്മ ഏറ്റവും എംഫസിസ് ചെയ്ത് പറയുന്നത് എന്താ അറിയോ? ദീപകിൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളുടെ മോൻ തെറ്റുകാരനല്ല, അവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നാണ്. അതിൻ്റെ പ്രശ്നമേ, നമുക്ക് നേരെ ഒരു വ്യാജാരോപണം ഉണ്ടാവുമ്പോഴേ നമുക്കതിൻ്റെ വേദന അറിയൂ. നമുക്ക് നേരെ ആരെങ്കിലും അങ്ങനെ ഒരു കള്ള ആരോപണം ഉണ്ടാവുമ്പോഴേ നമുക്കതിൻ്റെ ദേഷ്യം മനസ്സിലാവും. അവിടെയാണ് ഞാൻ കോടതിയിൽ ഒരു തവണ ശബ്ദമുയർത്തി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ ചെയ്തത് തെറ്റുമാണ്, ശരിയല്ല. അവിടെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. ഞാൻ പറയാത്ത കാര്യം അയാൾ കോടതിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ നിമിഷം പ്രോസിക്യൂട്ടർ മാറ്റി. അല്ല, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള തരത്തിൽ നടന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിലെ റിപ്പോർട്ടേഴ്സിനോട് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് അവിടെ പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും. അതാണ് ലീഗൽ പോയിന്റ്. അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്. ഇതാണ് വായിച്ചുകൊണ്ടത്. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു. കാര്യം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ സൗണ്ട് ഉയർത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കള്ളമാണ്, കോടതി അത് ശ്രദ്ധിക്കണമെന്ന്. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി. അല്ല, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ പറയുന്നതിനേക്കാൾ മോശം, ശരിയല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത്. ചാനൽ ചർച്ചകളിൽ കൈയടി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ. അതൊക്കെയാണ് കോടതി പറയുന്നത്. കോടതി എന്ത് ചെയ്യും? കീഴ്ക്കോടതികൾ എസ്പെഷ്യലി റിസ്ക് എടുക്കില്ല. 3-4 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂട്ടർ പറയും ഞാൻ നാളെ ലീവാണ്, അപ്പം ശനി ഞായറും ആവും, അടുത്ത ആഴ്ച വെക്കട്ടെ എന്ന് പറയും. അടുത്ത ആഴ്ച വാദം വെക്കും, 10 ദിവസം കിടക്കും, 11 ദിവസം കിടക്കും. എന്നിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ എന്താവും? ജീവിതകാലം മുഴുവനും മോശക്കാരനാവും. നിങ്ങൾ ഇത്രയും, ഞാൻ എൻ്റെ കേസും കൂടെ വെച്ച് ചോദിക്കാം. മറ്റേ അതിജീവിതയെ അധിക്ഷേപിച്ചു, അതിജീവിത അല്ല, അത് മറ്റൊരു കാര്യം പോട്ടെ, ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താ അധിക്ഷേപം എന്ന് എവിടെങ്കിലും പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താണ് അധിക്ഷേപം നടത്തിയത്? എന്തെങ്കിലും അധിക്ഷേപത്തിൻ്റെ ഒരു വാക്ക് വേണ്ടേ, അല്ലെങ്കിൽ കാര്യം വേണ്ടേ? അങ്ങനൊന്നുമില്ല, അധിക്ഷേപിച്ചു. ഇത് സ്ത്രീകളെ പറ്റിക്കലാണ്, ഇത് മീഡിയയെ പറ്റിക്കലാണ്. കാര്യം മീഡിയക്കാർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമെന്ന് അവർക്കറിയാം. സൈബർ അധിക്ഷേപം നടത്തി. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ശരിക്കും മീഡിയക്കാരെ ദുരുപയോഗം ചെയ്യുകയാണ്. ഈ കേസിലോ വേറൊരു കേസിലോ ഇങ്ങനെ കള്ളത്തരം മീഡിയ ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്ത് കോടതിയുടെയും പൊതുജനങ്ങളുടെയും മൂഡ് സെറ്റ് ചെയ്യുകയാണ്. ഒരാൾ മരിച്ചതല്ലേ, ആ ഒരു സെൻസിറ്റിവിറ്റി കാണിച്ചൂടെ? കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ 2-3 കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ 7 മാസമായിട്ട് ഇവർ പുറകെ ഇറങ്ങി നടക്കുന്നതിൻ്റെയും ഓരോരോ പെറ്റീഷൻ കൊടുക്കുന്നതിൻ്റെയും കോപ്പികളാണ്. അവസാനം അയച്ച ഇതവിടെ, അവസാനം കൂടി അയച്ച ഈ പ്രായത്തിലെ, അതും കൂടെ നമ്മൾ നോക്കണം. ഈ പ്രായത്തിൽ ഇവർ ഇറങ്ങി നടക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാണ്? അല്ല, ടെക്നോളജി കിട്ടാത്ത സ്ഥലങ്ങളില്ലേ? എന്റെ പൊന്നുമോനെ കൊന്നു കളഞ്ഞത് അവളാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയും അവളാണ് കൊന്നത് എന്റെ മോനെ. എന്റെ മോനെ കൊന്നത് ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്റെ മോനെ കൊന്നതിന് നീതി കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടണം. നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ ജീവിച്ചിരിക്കുന്നതിന് മുമ്പ് അതിനെല്ലാം എനിക്ക് കണ്ടിരിക്കണം, കണ്ടാ എന്നിട്ടേ ഞാൻ മരിക്കോളൂ. ഇനി എനിക്ക് ജീവിതം ഇല്ല. എവിടെ വേണമെങ്കിലും ഞാൻ കയറാൻ തയ്യാറില്ല. എന്റെ പൊന്നു മോനെ അത്രയ്ക്ക് നല്ല ഒരു മോനായിരുന്നു. ഒരാരയിച്ച് പോന്ന് പറയൂല. എന്റെ പൊന്നുമ്മ ഒരു പരാതിയോ ഒന്നിനും ഇടവച്ചിട്ടില്ല. അങ്ങനെയുള്ള മോനെ എവള് കൊന്നു കളഞ്ഞു. എവളാണ് എന്റെ മോനെ കൊന്നത്? എന്റെ മോനിക്ക് നീതി കിട്ടണം. നിങ്ങളെ എല്ലാവരും സഹകരണം കൊണ്ട് എന്റെ പൊന്നുമോനിക്ക് നീതി വാങ്ങിച്ചു തരണം. എല്ലാരും ഇതിന് പിന്നെ വേണ്ടി ഇറങ്ങി നീതി വാങ്ങിച്ചു തരണം. ഈ ഉമ്മ ഞാൻ പറഞ്ഞിരുന്നെങ്കിലേ ആ പെൺകുട്ടി പരാതി കൊടുത്താൽ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അറസ്റ്റ് ചെയ്യും. എന്ത് എളുപ്പമാണല്ലേ അതിജീവിതയാകാൻ, എന്ത് എളുപ്പമാണ് ഒന്ന് ആലോചിച്ച് നോക്കി. വെറുതെ ഒരു പരാതി കൊടുത്തിട്ടാ അതിജീവിതയാണ്. പിന്നെ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല, പിന്നെ ആ പെൺകുട്ടിയുടെ പ്രൈവസി ലംഘിക്കാൻ പറ്റില്ല. വെറുതെ ഒരു പരാതി കൊടുത്തിട്ടാൽ അതിജീവിതയായി. ഇനി കേസ് നടക്കുന്നിടത്തോളം കാലം ആ പെൺകുട്ടി സേഫാണ്. അപ്പൊ ഇത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയുടെ അക്നോളജ്മെന്റ്. ഇത് കഴിഞ്ഞ 7 മാസമായി വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ കയറി നിറങ്ങുന്നതാണ്. നമുക്ക് പോലീസിനോട് പരിഭവവും വിഷമവും ഉണ്ട്. പക്ഷെ പോലീസിന്റെ മാത്രം കുറ്റമല്ലെന്നറിയാം. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഇവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല, ഇവർക്ക് വേണ്ടി വിളിച്ചു പറയാൻ ആരുമില്ല. മീഡിയക്കാരുടെ പ്രഷറില്ല, സമ്മർദ്ദമില്ല. ഈ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ ദീപകിൻ്റെ തന്നെ ആത്മഹത്യയിലെ നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം ഒരു പ്രോആക്റ്റീവ് സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും രീതി അറസ്റ്റ് ഉണ്ടാവുമായിരുന്നു. 2-3 ദിവസം പോലീസ് പറയും. ഇനി അടുത്ത സംഭവിക്കാൻ പോകണം ഇവരുടെ കേസിൽ എനിക്കറിയാം, അവരുടെ കേസിൽ സംഭവിക്കായിരിക്കും. നിങ്ങൾക്കെതിരെ 26 ലക്ഷം രൂപയുടെ ഒക്കെ വന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതലൊന്നും പ്രസ് ചെയ്യണ്ട കേട്ടോ, വിട്ടുകളാന്ന് പറയും.
ഇപ്പൊ തന്നെ അവന്റെ മൊബൈലിലെ വാട്സപ്പ് എങ്ങനെ കട്ടായി എന്നിട്ട് നമുക്ക് അറിഞ്ഞൂടാ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം അവരെടുത്ത് മാറ്റി. 7 മാസമായി അവരെ കസ്റ്റഡിയിലാണ് ഇരിക്കണം മൊബൈലിൽ. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അതിനകത്ത് മൊഴിയില്ല അല്ലേ? അതിനകത്ത് മൊഴി അവസാനം സംസാരിച്ചത് ഇതെല്ലാം കൃത്യമായിട്ട് എവിഡൻസ് സാധനങ്ങളുണ്ട്. കാര്യം ആണിന് വേണ്ടി അത് മെനക്കെടില്ല. കാര്യം ആരും സമ്മർദ്ദം പറയാൻ മോശമുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കാര്യം നമുക്കിതിലെ 2-3 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ജനുവരി 26 മുതൽ നമ്മളൊരു ഹെൽപ്പ് ലൈൻ തുടങ്ങുന്നുണ്ട് കുറച്ച് പേരെ വെച്ച്. കാര്യം വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ എത്രയോ പേര്, 1-2 അല്ല, ഇതുപോലെ എത്രയോ പേര് സംഭവിക്കുന്നു. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് കരയുന്നുണ്ട്. അയാളുടെ കേസ് നമ്മൾ എടുക്കുന്നുണ്ട്. കുട്ടികളെ കാണാൻ സമ്മതിക്കുന്നില്ല. അയാളുടെ ഈ കസ്റ്റഡി ബാറ്റിലിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി മക്കളെ കണ്ടിട്ട്. എനിക്ക് മറ്റേ സുരാജ് വെഞ്ഞോറിന്റെ സിനിമ ഓർമ്മ വന്നു. എനിക്ക് ആക്ഷൻ ഹീറോ ബിജുവിന്റെ സാധനം ഓർമ്മ വന്നു. ആണിന് ചെല്ലുമ്പോൾ പോലീസുകാരാകട്ടെ കോടതിയാകട്ടെ വില കൊടുക്കുന്നില്ല. ആണ് ചെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണ് എന്ന് പറയുമ്പോൾ പെണ്ണിനോട് വലിയ കരുതലുള്ളതുകൊണ്ടൊന്നും അല്ല മൈൻഡ് ചെയ്യുന്നത്. ഇവൾ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമോ, ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല. പെണ്ണിനോടും അമിതമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി പെണ്ണ് ആക്ഷൻ എടുത്തില്ലെന്ന് പറഞ്ഞ് പെണ്ണ് പരാതിക്ക് പോയാൽ നമുക്ക് പണി കിട്ടുമല്ലോ. ഇതാണ് ചെയ്യുന്നത്, അല്ലാതൊന്നുമല്ല. എന്നോട് പോലീസുകാരും പറഞ്ഞു. ആലോചിച്ചോളെ, എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി. ഞാൻ സാറേ സൈബർ അധിക്ഷേപ പരാതിയല്ലേ. എന്തെങ്കിലും റിക്കവർ ചെയ്തെന്ന് കാണിക്കണ്ടേ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് ചെയ്യാം. ഒന്ന്, ജനുവരി 26 നമ്മളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ അനൗൺസ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നമ്മൾ നമ്പറൊക്കെ 26 നമ്മൾ അനൗൺസ് ചെയ്യും. 2, ഈ പുരുഷ കമ്മീഷൻ അടക്കമുള്ളത് നമ്മുടെ നിയമസഭയിൽ 11 മാസമായിട്ടിരിക്കുകയാണ്. സ്പീക്കർ അനുമതി തന്ന, ആലോചിക്കണം, CPM-ന്റെ സ്പീക്കറായ ശ്രീ ഷംസീർ അനുമതി തന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബില്ല് കഴിഞ്ഞ 11 മാസമായി നിയമസഭ ഇരിക്കുകയാണ്. അവതരിപ്പിക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. മീഡിയക്കാർ സ്ത്രീ വിരോധികളാണെന്ന് നമ്മളെ പറയുമോന്ന് കോൺഗ്രസ്സുകാർക്ക് പേടി. അത് ആകാശത്തൊന്നും എടുത്തല്ല, നമ്മളോട് നേരിട്ട് പറയുന്നതാണ്. ഇനി ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ത്രീ പീഡകരാണ് അല്ലെങ്കിൽ സ്ത്രീ വിരോധികളാണെന്ന് പ്രചരിപ്പിക്കുമെന്ന് പേടി. ഇത് കാരണമാണ് മുഖ്യധാരമായ പ്രതിപക്ഷം അവതരിപ്പിക്കാത്തത്. പേഴ്സണലി കാണുമ്പോൾ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും MLA-മാരും BJP-യുടെ നേതാക്കളും ഒക്കെ നമ്മളോട് സമ്മതം പറയുന്നുണ്ട്. 3, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനൊരു മെക്കാനിസം ഉണ്ടാകണം. ഈ സുനീറിൻ്റെ വിഷയം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. കാര്യം പത്രങ്ങളിലൊക്കെ വന്നാലേ പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു വിലയെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പത്രത്തിലൊക്കെ വന്നു, മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ, അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചിടും. ഈ ഹൂ കെയർസ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നോബഡി കെയർസ് ഇൻ അവർ സിസ്റ്റം എന്നുള്ളതാണ് പച്ച യാഥാർത്ഥ്യം. നോബഡി ബോദേഴ്സ് ആൻഡ് നോബഡി കെയർസ്. തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ ഉണ്ടാവുമെന്ന് പോലീസ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുത്തനെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നോബഡി കെയർസ്. അതാണ് അതിൻ്റെ, എസ്പെഷ്യലി ആണുങ്ങളുടെ കാര്യത്തിൽ നോബഡി കെയർസ് അബൌട്ട് മെൻ. ഇതാണ് അതിൻ്റെ ബ്ലണ്ടായിട്ടുള്ള റിയാലിറ്റി. അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ സുനീർ ഉമ്മയുടെ ഞങ്ങൾ ഇന്ന് തൊട്ട് ഇവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. ഇവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും പിന്തുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വാർത്ത ദയവായി കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലാതെ നിങ്ങളോട് മാത്രമേ ഇനിയും പറയാനുള്ളൂ. വേറെ പോലീസുകാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല, കോടതി പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സുനീർ നമ്മയുടെ കാര്യവും മറ്റും വീഡിയോ ആയിട്ട് കൊടുക്കണം. ഞങ്ങൾ ഇന്നുതൊട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക പിന്തുണ ഇവർക്കും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല, കിട്ടുന്നത് പോലെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ദീപകിൻ്റെ വീട്ടിൽ പറഞ്ഞതിൻ്റെ ഇരട്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. എന്തെങ്കിലും സുനീറിൻ്റെ ഫാമിലിക്കും കൂടെ സപ്പോർട്ട് കിട്ടണം. അതോടൊപ്പം ഈ 26 ലക്ഷം രൂപയുടെ ഒക്കെ കള്ളക്കേസ് ഇവർക്കെതിരെ വന്നതിൽ അറ്റ്ലീസ്റ്റ് പോലീസുകാർ TV-യിലെങ്കിലും കാണുമ്പോൾ ഇത് ചെയ്യരുത്, അനീതിയാണെന്നെങ്കിലും കരുതണം. കാരണം നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന്, ജീവിതം അവസാനിപ്പിക്കലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെയും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.